കാത്ത് സൂക്ഷിക്കുക. തർക്കിച്ചുകൊണ്ട് ഒന്നും നമുക്ക് നേടാൻ ഇല്ലല്ലോ. എന്നാൽ ഒരുമിച്ചിരുന്നാൽ നമുക്ക് പലതും നേടാൻ പോകും. പിന്നെ ഭിന്നിച്ചിരിക്കുന്നതിനേക്കാളും ഭിന്നിക്കാനുണ്ടാകുന്നതിനേക്കാളും 1000 കാരണങ്ങൾ നമുക്ക് ഒന്നിക്കുവാനുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നു പോവുകയാണ്. അപ്പം ആ ഒരു നയത്തിൽ ജീവിക്കേണ്ടവരാണ് നമ്മളെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. ആ നിലയ്ക്ക് ആരിൽ നിന്നും അപശബ്ദങ്ങളോ അല്ലെങ്കിൽ ഈ കാണുന്ന കൂട്ടായ്മ ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഈ സദസ്സുകൾ നോക്കി, ഇവിടെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളിലുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, മറ്റു പല പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മക്ക് ഒരു നിലക്കുള്ളതായ പോറലും നമ്മളിതുണ്ടാവാൻ പാടില്ല. ആണ് പാണക്കാട് കുടുംബം. ആൾക്കാരെന്തൊക്കെ പറയുന്നു ഇതൊക്കെ എന്താക്കുന്നു കേട്ടിട്ട് നമ്മളുടെ ഇടയിൽ ഇങ്ങനെ വിരോധമാണ്, ഞാൻ ലീഗ് വിരോധിയാണ്, സഖാവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒക്കെ പറച്ചിലാണ്. ഒന്നുമില്ല. സഖാവ് ഒരു മനുഷ്യനിക്ക് അങ്ങനെ ആകാൻ കഴിയൂല. ഒരു മുമ്പിനാണ് മനുഷ്യൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും ഇതൊക്കെ കേട്ടിട്ട് നമ്മളെന്താക്കരുത്, പരസ്പരം ഗീബത്ത് നമീമത്തൊന്നും നടത്തരുത്. സംഗതികൾ എന്താക്കണം, നമ്മൾ ഈ മേഖലയിൽ ജീവിക്കേണ്ടവരല്ലേ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണ മേഖലയിൽ പ്രവർത്തിക്കലാണ് എൻ്റെ പണി മുഴുവനും.